ഇല്ല ഡോക്ടറെ, പൈസന്റെ കാര്യത്തിൽ യാതൊരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ ഇനി എത്ര ലക്ഷമായാലും എന്റെ മോക്ക് വേണ്ടി ചെലവൊക്കെ ഞാൻ തയ്യാറാണ്. ഞാൻ ജീവിക്കുന്നത് എന്റെ മോക്ക് വേണ്ടിയില്ല. എന്റെ തലയാണെന്റെ ചോട്ടിലുണ്ട്. ബാക്കിയുള്ളത് ഞാൻ ഇന്ന് സംഘടിപ്പിച്ച് നാളെ എങ്ങനെ എത്തിച്ചു തരും, ഇത് ഉറപ്പാ. എന്താവശ്യം വന്നാലും ശരി, എന്റെ മോളാണ്. ഇല്ല. ആ ഓ ആ ഏത്? ഇല്ല ഇല്ല. 3 ലക്ഷം റുപ്യ അവർ എന്നോട് ചോദിച്ചു. അതിന് 1.5 ലക്ഷം റുപ്യ ഞാൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി 1.5 ലക്ഷം റുപ്യ നാളെ വിടാന്ന് പറഞ്ഞത്. അപ്പൊ അയച്ചു വിടാം. എന്റെ കിടക്കേണ്ട ചോട്ടിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇല്ലാത്തതല്ല ഞാൻ പറയുന്നത്. ഒരു കാരണവശാലും മുടങ്ങൂല. പൈസ ആയിക്കോട്ടെ. ആ എന്തേനു? ഞാൻ ഇന്നോടല്ല, ഇങ്ങളോടല്ല, ഞാനിവിടെ പറഞ്ഞതാ. ശരി ആയിക്കോട്ടെ. അതിനെന്താ? ഞാൻ ചന്ദ്ര. നിങ്ങളോടല്ല. എന്നാ പിന്നെ പറഞ്ഞ പോലെ പൈസ നാളെ തന്നെ എത്തിക്കാം ഡോക്ടറെ. ഓക്കെ ആയിക്കോട്ടെ. ഏതാ? ഞാൻ ചന്ദ്രട്ടം പറ്റു വന്നേ. ഏത്? നിങ്ങൾക്കാരാ വായിൽ തുറന്നു? നിങ്ങൾ എന്നെ. ഞാനോ? എല്ലാന്ന് നിങ്ങളിൽ ഇപ്പം വാതിൽ തുറന്നേ. ഏതായാലും ഒരു ദിവസത്തേക്കല്ലേ. ഇനി ഞാൻ ഒറ്റക്ക, എനക്കൊരു കൂട്ടുപോയല്ലോ. ഇരിക്ക്. എന്താ എന്റെ പേര്? കേടി. കെ ദാമോദരനാ. കേടിന്നാ നാട്ടുകാരെല്ലാം വിളിക്കുന്നത്. കണ്ടാലും തോന്നും. അതിരിക്കട്ടെ, സാപ്പാടെല്ലാം കഴിച്ചതാ? ഇല്ല, കഴിച്ചിട്ടില്ല. കുറച്ച് ചോറ് തിന്നാ. എന്നാ പിന്നെ ഞാനൊന്ന് നിക്കരിച്ചിട്ട് വേഗം വരാം. ഇതെന്താ കിടത്തവും കഴിഞ്ഞോ? ഇന്റെ സ്ഥലം ഇവിടെ അല്ല, താഴെ കിടന്നാ കുറക്കം വരില്ല. എന്റെ കാട്ടുമുഖ ഇരിഞ്ഞു കിടത്തല. ഇതൊരു അതിശയപ്പെട്ട മനുഷ്യനായി പോയി. ഇതെന്താ? നീ ചോറ് മുഴുവൻ തീർത്താ? അതെനക്ക് എന്നെ തന്നിട്ടില്ല. സിഗരറ്റ് വലിക്കുന്നോ? ഇവിടുന്ന് അമ്മീക്കൂല, പുറത്തുകൂടെ. പിന്നെ സിഗരറ്റ് വലിക്കാൻ വേറെ റൂം എടുക്കണേ. ഇത് മനുഷ്യനല്ല, ഭൂതം. വിശന്നിട്ട് കണ്ണു കാണുന്നില്ലല്ലോ പാപ്പ. ഉള്ള ചോറ് മുഴുവനോട് അടിച്ച്. ഒരു കിലോ പയമായി വെച്ചിനു. അത് എടിയല്ലോ നോക്കട്ടെ. ഇവിടെ എടിയോ എനും വെച്ച്. ഇനി അത് പോന്ന് തിന്നോ? ഇതെന്തെന്നാ? ഇതെന്താ ഒരു ഒച്ച? എന്നാ വാളോ? പടച്ചോനെ, ഇതാരാവലോ? വല്ല കള്ളലോ പിടിച്ചു വരയ്ക്കാരനോ പറ്റാമോ? നിങ്ങൾ വന്നോ? നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മേലെ കട്ടുമ്പോൾ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. അതാ നല്ലത്. താഴെ കിടന്നാലും മേലെ കിടന്നാലും അവസാനം ഗതി എന്താവും എനിക്കറിയാം. ശരിക്കും നിങ്ങൾ എവിടുന്നാ വരുന്നത്? ജയിലിൽ നിന്നോ? നിങ്ങൾ ഈ ലൈറ്റ് ഓഫ് ആക്കണം. എനിക്ക് ഈ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറക്കിടില്ല.
ഡോക്ടറെ, ഞാനൊരു കാര്യം പറയേണ്ടിട്ടാ വിളിച്ചേ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, എന്റെ അടുത്ത് ഇവിടെ ഉണ്ട് 1.5 ലക്ഷം റുപ്യ. അത് ഇല്ല. അത് ഞാൻ വേറെ ആളെടുത്തല്ല, ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വെറുതെ പറഞ്ഞതാ. അത് ഉണ്ട് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അതങ്ങ് നിങ്ങളെ ഫോണതാ ബെല്ലടി. ഫോൺ ചതിച്ച് ഇതിനെന്തോ തകരാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പിന്നെ വിളിക്കാം. ഒന്നുമില്ല, ഓഫ് ചെയ്യട്ടെ. സർ, കുഞ്ഞായൻ തക്ക സമയത്ത് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് രക്ഷിക്കാനായി. ഇന്നലെ രാത്രി റൂമിൽ ഒറ്റക്കാവുകയും ഏതായാലും ബോധം തെളിയട്ടെ, നമുക്ക് നോക്കാം. ഡോക്ടർ, പേഷ്യന്റിന് ബോധം വന്നു. ആൾ ഇത്തിരി വയലന്റാ. കം. അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ നിങ്ങൾക്ക് വിശ്രമമാണ് ആവശ്യം. ഇറങ്ങി കിടക്കൂ. രാത്രി ഞാനൊരു കിടക്കാനുള്ള അവസരം കൊടുത്തതായിരുന്നു. നെഞ്ഞത്ത് കത്തി കൊണ്ട് കുത്തി ഡോക്ടറെ. എന്റെ മോൾ ഓപ്പറേഷന് വെച്ച പൈസ മോളെ കാര്യം നോക്കാൻ ഇവരൊക്കെ ഇല്ലേ? ഒന്ന് അടങ്ങി കിടക്ക്. അതെല്ലാം നടക്കും കുഞ്ഞായ. കുഞ്ഞായാണ് നടുങ്ങിയാൽ കിടന്നാമേ. ഇങ്ങൊരു ഒറ്റ ഒരുത്തം കാരണം ഇന്നലെ ഞാൻ റൂമിൽ വരെ കിടക്കുവാൻ സമ്മതിച്ച്. അവസാനം എന്തായി? എന്റെ പൈസയും പോയി, എന്റെ ജീവനും പോയി. സാറേ, ഇവിടെ കാർഡിയോളജിസ്റ്റിന്റെ നല്ല ഡോക്ടർ ഏതാണ്ട്? ഇന്നലെ രാത്രി എല്ലാ കാര്യത്തിനും കുത്തി എന്റെ പണവും കൊണ്ട് കടന്നു കിടന്ന കവറാണ്. ഒന്ന് കാണാൻ പറ്റുമോ? അയാളാ ഇന്നലെ കൃത്യസമയത്ത് നിങ്ങൾ അവിടെ എത്തിച്ചത്. ആക്ച്വലി എന്താണ് ഉണ്ടായത്? ഞാൻ ഡോക്ടറെ കാര്യം ഞാൻ പറയാം. ഈ പിടിവിടാൻ ഞാൻ ഒറ്റക്ക് താമസിക്കുന്ന റൂമില് എന്റെ കൂടെ കിടക്കുന്നവര് വരുന്ന ജയിലിൽ നിന്ന് പറഞ്ഞാൽ മൺവെട്ടം വന്നു. എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു കൊടുത്തു. എനിക്ക് തിന്നാൻ പറ്റാ ചോറും കറിയും എല്ലാം. അവസാനം എന്റെ മോള് ഓപ്പറേഷന് വെച്ച പൈസ ഡോക്ടർ പാതിരാക്കി ഒരു കത്തിയെടുത്ത് എന്റെ നെഞ്ഞത്തൊരു കുത്ത്. എവിടെ? ഇവിടെ കാണുന്നില്ലല്ലോ. നിങ്ങളാരും കുത്തിയിട്ടൊന്നുമില്ല. ഇല്ലേ? പിന്നെ ഞാനെങ്ങനെയാ മരിച്ചേ? മരിച്ചോ? ഇതാ ഇപ്പൊ നന്നായി. കുഞ്ഞാൻ ഏത് റൂമിലേനും? റൂം നമ്പർ 308. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഇയാളെ കൊണ്ട് അധികം സംസാരിപ്പിക്കണ്ട. ഓക്കെ? ബോധം വന്ന ഇന്നലെ എന്തേനും മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞില്ലേ? ചന്ദ്രേട്ടാ, നിങ്ങളറിയ ഇന്നലെ രാത്രിയാകുമ്പോൾ ഇയാൾ നെഞ്ചും പിടിച്ച് കരയാണ്. നോക്കുമ്പോ ശരീരമെല്ലാം പിയാക്കുന്നു. പിന്നെ ഞാനൊന്നും നോക്കില്ല. ഇവരെടുത്ത ഒരൊറ്റ ഓട്ട ഇവിടെ എത്തിര നിന്ന് നിങ്ങൾക്കൊരു സാധനം തരാം. നിങ്ങൾ കിടക്കേന്റെ ചുവട്ടിൽ കിട്ടിയതാ. നിങ്ങളെ പൈസയായത്. ആരെങ്കിലും റൂമ് കുത്തി തുറന്നെടുത്താലോ?
സത്യത്തിൽ നിങ്ങൾ ആരാ? കേറി ഏതാ മുതലേ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇന്നലെ നിങ്ങളെ സഞ്ചി കണ്ട ആയുധങ്ങളല്ലോ. പണിയായുധങ്ങള് അങ്ങനെ ആശാരിയല്ലെന്ന് ജയിലിൽ പോയതോ? ജയിലിലെ പണി കൂട്ടിയ ജയിലിൽ പോണ്ടേ? ഇന്നലെ പണി കഴിയുമ്പോൾ കുറച്ച് താമസിച്ചു. അപ്പൊ ഞാൻ ചന്ദ്രനെ വിളിച്ചു. ചന്ദ്രനെ പറഞ്ഞു അന്നേരം തന്നെ റൂമിൽ പോയി താമസിച്ചോ. മോനെ, ഞാൻ ഇന്ന് ഒരുപാട് തെറ്റിദ്ധരിച്ചു. മനുഷ്യന്റെ കോലം നോക്കിയിട്ട് ആളുകൾ അളക്കറുന്നു. ഞാൻ ഇപ്പോഴാ പഠിച്ചത്. ഞാൻ എന്റെ ഉള്ളറിയാൻ ശ്രമിച്ചില്ല. പുറക്കണം മോനെ. നിങ്ങളെന്തല്ലാന്ന് പറയുന്നേ? അതൊന്നും സാരില്ലാന്ന്. ഇതൊക്കെയെന്ന് ആളുകളുടെ താടിയും മുടിയും കോലവും നോക്കി പോലെ വിലയിരുത്തരുതെന്ന് ഇപ്പൊ ഞാൻ പഠിച്ചു. ഒരു ഉപകാരം കൂടി ഞാനോ ഇപ്പാണോ എന്റെ മോള് കിടക്കുന്ന ഹോസ്പിറ്റലിൽ ഒന്ന് എത്തിച്ചു കൊടുക്കണം. അത് നിങ്ങളെ കൈകൊണ്ട് എന്നാ നടക്കണം. മോള് കിടക്കുന്ന ഹോസ്പിറ്റലിൽ എന്റെ മോളെ ചന്ദ്രനറിയാം.